ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു റിയാക്ട് ഹൂക്ക് സൈക്കിൾ ആണ് നമ്മൾ നോക്കുന്നത്. സോ അതിനു മുന്നേ ഈ കാണുന്ന പ്രോജക്റ്റിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. പിന്നെ നോഡ് മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ. ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൗണ്ട് ഡൗൺ പ്രോജക്റ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു ഇൻപുട്ട് ബോക്സും അതുപോലെ ഒരു ബട്ടണും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോ എന്റെ പേരടിച്ചു കഴിഞ്ഞാൽ വെൽക്കം പ്രവീൺ എന്ന് പറഞ്ഞ് കാണിക്കും. അല്ലെങ്കിൽ ഇവിടെ നേരെ രാഹുൽ അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് നെയിം അടിച്ചു കഴിഞ്ഞാൽ രാഹുൽ എന്ന് പറഞ്ഞ് കാണിക്കും. സോ അതിന്റെ ചെറിയൊരു കോഡിങ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് സ്റ്റേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾ ഈ കോഡ് മനസ്സിലാക്കി ചെയ്യാം. സോ അതിനുശേഷം നമ്മളിവിടെ പുതിയൊരു ഹൂക്ക് സൈക്കിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് യൂസ് റെഫ് എന്ന് പറഞ്ഞൊരു ഹൂക്ക്. ഓക്കെ. സോ നമ്മൾ ഓരോ വാല്യൂ ഇപ്പൊ ഇവിടെ നമുക്ക് ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളിവിടെ യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്യണം. അപ്പൊ യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാം തവണ ഇങ്ങനെ റീ റെൻഡർ ചെയ്യും. ഓക്കെ. സോ ഈ റീ റെൻഡർ പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ യൂസ് റെഫ് എന്ന് പറഞ്ഞ ഹൂക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ യൂസ് റെഫ് എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു മ്യൂട്ടബിൾ വാല്യൂവിനെ സ്റ്റോർ ചെയ്തിട്ട് എപ്പോഴാണോ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് അതിനെ റീ റെൻഡർ ചെയ്യാതിരിക്കാൻ വേണ്ടി യൂസ് റെഫ് ഹൂക്ക് അത് സഹായിക്കും. ഓക്കെ. അപ്പൊ ഈ യൂസ് റെഫ് എന്ന് പറഞ്ഞാൽ റെഫ് എന്ന് പറയുന്നത് റെഫറൻസ് ആണ്. ഓക്കെ. ഈ റെഫറൻസ് നമ്മൾ ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇവിടെ യൂസ് റെഫ് എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് റെഫ് മെത്തേഡ് കൊണ്ടുവരും. യൂസ് റെഫ്. ഓക്കെ. ഇവിടെ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. വേരിയബിൾ പ്ലെയർ റെഫ് ഈക്വൽ ടു യൂസർ റെഫ്. ഓക്കെ. പ്ലെയർ റെഫ് എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ ഞാൻ എന്ത് ചെയ്തു, യൂസ് റെഫിന്റെ മെത്തേഡ് ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. അതായത് മ്യൂട്ടബിൾ റെഫറൻസ് ഒബ്ജക്റ്റ് ഞാനൊരു പ്ലെയർ റെഫ് എന്ന് പറഞ്ഞ വേരിയബിൾ നെയിമിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഈ വേരിയബിൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ഇൻപുട്ടിന്റെ അവിടെ നമ്മളിവിടെ റെഫ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. ഇത് ആക്ച്വലി റിയാക്റ്റിനകത്തുള്ളതാണ്. നമ്മൾ നേരത്തെ കീ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇല്ലേ, അതുപോലെ സെയിം തന്നെയാണ് നമ്മൾക്ക് ഇവിടെ റെഫ് യൂസ് ചെയ്യാം. റെഫ് ഈക്വൽ ടു നമ്മളിവിടെ പ്ലെയർ റെഫ് എന്ന് പറഞ്ഞ് കൊണ്ടുവരും. ഓക്കെ. സോ ഇത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്ലെയർ റെഫ് എന്ന് പറഞ്ഞ ഈ റെഫറൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട് എലമെന്റിന്റെ റെഫറൻസ് ആണ്. ഓക്കെ. ഈ കറണ്ട് ഇൻപുട്ടിന്റെ നമുക്ക് മൊത്തം ഡീറ്റെയിൽസ് കിട്ടും. അതായത് അതിന്റെ റെഫറൻസ്, അതിന്റെ ID, അതിന്റെ വാല്യൂ, അതിന്റെ ക്ലാസ്, അതൊക്കെ എല്ലാം നമുക്ക് ഈ റെഫറൻസിനകത്ത് കിട്ടും. ഓക്കെ. സാധാരണ നമ്മളൊരു HTML DOM എലമെന്റിനകത്ത് നമുക്ക് നാറ്റീവ് എലമെന്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് റെഫറൻസും യൂസ് ചെയ്യുന്നത്, പ്ലെയർ റെഫ്. ഇനി അടുത്ത ഇവിടെ ഞാൻ കുറച്ച് കോഡ് ചേഞ്ച് ചെയ്യാൻ പോകുന്നതാണ്. അതായത് ഇവിടെ ഹാൻഡിൽ ബട്ടൺ ക്ലിക്കിന്റെ അവിടെ, അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റ് ക്ലിക്ക് ട്രൂ ആവും. സെറ്റ് ക്ലിക്ക് ട്രൂ ആയി കഴിഞ്ഞാൽ ഈ ക്ലിക്കിന്റെ വേരിയബിൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ യൂസർ എന്ന് പ്ലെയർ നമ്മൾ ടൈപ്പ് ചെയ്ത പ്ലെയറിന്റെ നെയിം ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വെറും യൂസർ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ. ഞാൻ ഇത് കമന്റ് ചെയ്യാണ്. സോ കമന്റ് ചെയ്തിട്ട് ഞാനിവിടെ യൂസ് റെഫ് വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് സെറ്റ് പ്ലെയർ ആണ്. ഓക്കെ. ആക്ച്വലി ഇവിടെ യൂസ് സ്റ്റേറ്റ് ഇവിടെയാണ് നമ്മൾ എന്ത് ഇൻപുട്ട് ബോക്സിൽ എന്ത് വാല്യൂ കൊടുക്കുന്നോ അതാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെറ്റ് പ്ലെയറിനകത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ പ്ലെയർ റെഫിനെ എടുക്കും. കാരണം എനിക്ക് ഇതിനകത്ത് ഇൻപുട്ടിനകത്ത് എനിക്ക് ഒരുപാട് റെഫറൻസ് കിട്ടും. ഓക്കെ. പ്ലെയർ റെഫ് ഡോട്ട് കറണ്ട്. ഓക്കെ. കറണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് കറണ്ട് റെഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇതിനകത്ത് ഓട്ടോ കംപ്ലീറ്റ് ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ടിന്റെ വാല്യൂ ആണ് വേണ്ടത്. സോ കറണ്ട് ഡോട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വാല്യൂ എടുക്കണം. ഓക്കെ. അപ്പൊ ഹാൻഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ ഇവിടെ
ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ സെറ്റ് പ്ലെയർ അപ്ഡേറ്റ് ആവും. അതായത് ഈ പ്ലെയർ എന്ന് പറഞ്ഞ വേരിയബിൾ അപ്ഡേറ്റ് ആവും. ഇവിടെ ക്ലിക്കിനെ ഞാൻ ഇവിടെ മാറ്റിയിട്ട് ജസ്റ്റ് പ്ലെയറിനെയാണ്. ഓക്കെ, സോ ഇനിഷ്യൽ പ്ലെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എം ടി ആയിരിക്കും. പ്ലെയർ എം ടി അല്ലെങ്കിൽ ഇതെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ യൂസർ ആയിരിക്കും വരുന്നത്. എം ടി ആണെങ്കിൽ വെറും യൂസർ ആയിരിക്കും വരുന്നത്. നമുക്ക് ഇവിടെ പ്ലെയർ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലെയർ കൊടുക്കുന്നതിന് പകരം നമുക്കിവിടെ ജസ്റ്റ് ഇങ്ങനെ ഷോർട്ട് ആക്കാം, ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് പ്ലെയർ ആണെങ്കിൽ പ്ലെയർ തന്നെ ആയിരിക്കും. അതായത് പ്ലെയറിന്റെ വാല്യൂ നോൺ എം ടി ആണെങ്കിൽ ഈ പ്ലെയർ എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ യൂസർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും ഞാൻ കോഡ് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകാം. പിന്നെ ഹാൻഡിൽ ബട്ടൺ ചേഞ്ച് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും ഞാൻ കോഡ് കുറയ്ക്കാൻ പോകും. വാല്യൂ ഈസ് ഈക്വൽ ടു പ്ലെയറും വേണ്ട, നമുക്ക് ഓൾറെഡി നമുക്ക് റെഫറൻസ് ഉണ്ട്. നമുക്ക് സേവ് ചെയ്ത് നോക്കാം. പ്രവീൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രവീൺ എന്നായിരിക്കും വരുന്നത്. രാഹുൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ക്ലിക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, സോ ഇത് നമുക്ക് എടുത്ത് കളയാം. സോ ഇതാണ് നമുക്ക് യൂസ് റെഫിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ എന്താ പറയുക, ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ കോമ്പോണന്റ് റീറെൻഡർ ചെയ്തുകൊണ്ടിരിക്കും. സോ അത് പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് റെഫിന്റെ ഫുൾ സൈക്കിൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കോഡ് നമുക്ക് കുറച്ച് കിട്ടി. നേരത്തെ 2 ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരൊറ്റ ഫംഗ്ഷനിലാണ് ഇതെല്ലാം കിട്ടും. പ്ലെയർ റെഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിന്റെ കറണ്ട് റെഫറൻസ് ആണ്. സോ ആ കറണ്ട് റെഫറൻസിനകത്ത് എല്ലാം നമുക്ക് കിട്ടും. ഇനി അടുത്തത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് നെയിം അടിച്ചു കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് എം ടി ആക്കണം. ഓക്കെ, ഇതിനെ എം ടി ആക്കണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹാൻഡിൽ ബട്ടൺ ക്ലിക്കിൽ ഇവിടെ ക്ലിക്ക് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മളിവിടെ പ്ലെയർ, അതായത് ഈ ഒരു വാല്യൂവിനെ എടുത്തിട്ട് ഈക്വൽ ടു എം ടി എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് സെറ്റ് നെയിം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻപുട്ട് ബോക്സ് എം ടി ആക്കണം. അപ്പൊ ഞാൻ പ്രവീൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സെറ്റ് നെയിം അടിച്ചാൽ ഇൻപുട്ട് ബോക്സ് എം ടി ആയി. രാഹുൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ രാഹുൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡോം മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ യൂസ് റെഫിന്റെ അതായത് റെഫറൻസ് മെത്തേഡ് ആക്ച്വലി നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് അതിന്റെ റെഫറൻസ് വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഈ 9th ലൈൻ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ കറണ്ട് ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ 10th ലൈനിൽ 10th ലൈനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ റെഫറൻസിന്റെ വാല്യൂവിനെ നമ്മൾ സെറ്റ് ചെയ്യാണ്. അതായത് പുതിയൊരു വാല്യൂവിനെ സെറ്റ് ചെയ്യണം. ആക്ച്വലി ഇത് ഡോമിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കേസിൽ ചെയ്യരുത്. ഇത് നമുക്ക് വാല്യൂ ജസ്റ്റ് എം ടി ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്തെന്നേ ഉള്ളൂ. അത് ഇതിൽ ചെയ്തതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ നമുക്ക് ഐഡിയോ അല്ലെങ്കിൽ ക്ലാസ്സോ എന്തെങ്കിലും വല്ല നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ വാല്യൂസ് അങ്ങ് പോകും. സോ അത് കൂടുതൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ യൂസ് റെഫിന്റെ മെത്തേഡ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടു. ഇനി അടുത്ത് നമുക്ക് കുറച്ചുകൂടി നമുക്ക് നോക്കാം.